പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് പ്ലാറ്റോ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വ്യവഹാരവാദികളിലെ പ്രധാനപ്പെട്ട വ്യക്തിയായ തൊണ്ടേഗിൻ്റെ പൗരാണികാനുബന്ധന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ തൊണ്ടേഗിൻ്റെ സിദ്ധാന്തം പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയതായി രൂപീകരിച്ച ഒരു സിദ്ധാന്തമാണ്, ഒരു പഠന സിദ്ധാന്തമാണ് പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം. പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ സ്കിന്നറാണ് ഈ ഒരു സിദ്ധാന്തം രൂപീകരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സൈക്കോളജിയുടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കിന്നറാണ് പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം പ്രബലന സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു സിദ്ധാന്തത്തിൽ പ്രബലനത്തിന് റീഇൻഫോഴ്സ്മെൻറ്റിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് പ്രബലനമാണ്. അതുകൊണ്ടാണ് ഇതിനെ പ്രബലന സിദ്ധാന്തം എന്ന് പറയുന്നത്. സ്കിന്നറെ കുറിച്ച് പറയുമ്പോൾ സാമൂഹിക പഠന സിദ്ധാന്തത്തിൻ്റെ വക്താവായിട്ട് കണക്കാക്കപ്പെടുന്നത് സ്കിന്നറാണ്. സാമൂഹിക പഠന സിദ്ധാന്തത്തിൻ്റെ വക്താവായിട്ട് കണക്കാക്കപ്പെടുന്നത് സ്കിന്നറാണ്. പ്രോഗ്രാംഡ് ലേണിംഗ്, ക്രമീകൃത പഠന രീതിയുടെ അതിനു വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നൽകിയിട്ടുള്ളത് സ്കിന്നറാണ്. ഇത്രയും കാര്യങ്ങളാണ് സ്കിന്നറെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ പ്രവർത്തനാനുബന്ധ സിദ്ധാന്തത്തിൻ്റെ കേന്ദ്രബിന്ദു നമ്മൾ പറഞ്ഞു പ്രബലനമാണ്. അപ്പോൾ സ്കിന്നർ ആരാണെന്നും ഈ സിദ്ധാന്തത്തിൻ്റെ ഒരു ആമുഖമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി നോക്കാം. പ്രവർത്തനാനുബന്ധന സിദ്ധാന്തവും അതുപോലെ പൗരാണികാനുബന്ധന സിദ്ധാന്തവും തമ്മിൽ ചെറിയ താരതമ്യം. ഓക്കെ, പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് സ്റ്റിമുലസ്, റെസ്പോൺസ്, റീഇൻഫോഴ്സ്മെൻറ്റ്, ഈ മൂന്ന് കാര്യങ്ങളാണ്. പ്രതികരണം, ചോദകം, പ്രതികരണത്തിലെ പ്രബലനം, ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ആധാരം. എന്നാൽ നമ്മൾ പൗരാണികാനുബന്ധന സിദ്ധാന്തത്തിൽ രണ്ട് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. ഒന്നാമത്തത് ചോദകം, രണ്ടാമത്തത് പ്രതികരണം. സ്റ്റിമുലസും റെസ്പോൺസും മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇവിടെ വരുമ്പോൾ സ്കിന്നർ മറ്റൊരു കോമ്പോണൻസ് കൂടി ഇവിടെ ആഡ് ചെയ്യുകയാണ്. പ്രതികരണത്തിലെ പ്രബലനം, റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഘടകം കൂടി ആഡ് ചെയ്യുന്നു. അതുപോലെ തൊണ്ടേഗ് അഭിപ്രായപ്പെടുന്നത് ഒരു ചോദകമില്ലെങ്കിൽ പ്രതികരണമില്ല എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. സ്കിന്നർ ആ ഒരു വാദത്തോട് അംഗീകരിക്കുന്നില്ല. ചോദകമില്ലെങ്കിൽ പ്രതികരണമില്ല എന്ന സിദ്ധാന്തത്തെ സ്കിന്നർ അംഗീകരിച്ചിട്ടില്ല. തൊണ്ടേഗിൻ്റെ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സിദ്ധാന്തം വരുന്നത് എങ്കിലും ചോദകമില്ലെങ്കിൽ പ്രതികരണമില്ല എന്ന സിദ്ധാന്തത്തെ സ്കിന്നർ അംഗീകരിച്ചിട്ടില്ല. ഇത്രയുമാണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങും ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. പ്രവർത്തനാനുബന്ധന സിദ്ധാന്തവും അതുപോലെ പൗരാണികാനുബന്ധന സിദ്ധാന്തവും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. പ്രവർത്തനാനുബന്ധ സിദ്ധാന്തത്തിന് നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒരു വ്യക്തിയുടെ പഠനം നടക്കുന്നത്, ലേണിംഗ് നടക്കുന്നത് പ്രബലനം വഴിയാണ് ത്വരിതപ്പെടുന്നത് എന്നാണ് സ്കിന്നർ അഭിപ്രായപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ പഠനം പ്രബലനത്തിൽ കൂടിയാണ് ത്വരിതപ്പെടുന്നത് എന്നാണ് സ്കിന്നർ പറയുന്നത്. അപ്പോൾ ഈ ഒരു തിയറിക്ക് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് പ്രധാനപ്പെട്ടത് പ്രബലനം, അതുപോലെ ശിക്ഷ എന്നുള്ള ഭാഗം പൂർണ്ണമായിട്ടും സ്കിന്നർ അവോയ്ഡ് ചെയ്യാണ്. ഒരു വ്യക്തിക്ക് ശിക്ഷ നൽകിക്കൊണ്ട് പഠനത്തെ ത്വരിതപ്പെടുത്താൻ സാധിക്കില്ല എന്ന് അഭിപ്രായപ്പെടുന്ന വ്യക്തിയാണ് സ്കിന്നർ. ആദ്യം നമുക്ക് എന്താണ് പ്രബലനം എന്ന് മനസ്സിലാക്കാം. പ്രബലനം എന്തെന്നാൽ ഒരു പ്രവൃത്തി ആവർത്തിച്ച് ചെയ്യാൻ വേണ്ടി നൽകുന്ന ഒരു കാര്യത്തെ നമുക്ക് പ്രബലനം എന്ന് പറയാം. ഒരു പ്രവൃത്തി ആവർത്തിച്ച് ചെയ്യാൻ വേണ്ടി
നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളെ നമുക്ക് പ്രബലനം എന്ന് പറയാം. ഒരു ഉദാഹരണം, ഒരു കുട്ടി നന്നായിട്ട് പഠിക്കുന്നു. അപ്പോൾ പഠിക്കുന്ന സമയത്ത് അധ്യാപകൻ ആ കുട്ടിയെ വാനോളം പുകഴ്ത്തുന്നു, കുട്ടികൾക്ക് ഇടയിൽ വെച്ചിട്ട് വാനോളം പുകഴ്ത്തുന്നു. അതൊരു പ്രബലനമാണ്, പോസിറ്റീവായിട്ടുള്ള പ്രബലനമാണ്. ധനപ്രബലനത്തിന് ഉദാഹരണമാണ്. അതുപോലെ ഒരു കുട്ടി നന്നായിട്ട് പഠിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ രക്ഷിതാവ് ഒരു മൊബൈൽ ഫോൺ സമ്മാനമായിട്ട് നൽകുന്നു. ഉയർന്ന ക്ലാസ്സുകളിൽ വീണ്ടും ഈ ഒരു പെർഫോമൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട് സമ്മാനമായി പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് രക്ഷിതാവോ അധ്യാപകനോ എന്തെങ്കിലും സമ്മാനം കൊടുക്കുന്നു, മൊബൈൽ ഫോൺ നൽകുന്നു എങ്കിൽ അത് ധനപ്രബലനത്തിന് ഉദാഹരണമാണ്. പ്രബലനം രണ്ട് തരത്തിലുണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് പ്രബലനത്തെ മലയാളത്തിൽ നമുക്ക് ധനപ്രബലനം എന്ന് പറയാം. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിനെ നമുക്ക് ഋണപ്രബലനം എന്നും പറയാം. ഓക്കെ, അപ്പൊ പ്രബലനം എന്നാൽ എന്ത് നമ്മൾ പഠിച്ചു? ഒരു പ്രവൃത്തി ആവർത്തിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളെയാണ് പ്രബലനം എന്ന് പറയുന്നത്. പ്രബലനം രണ്ട് തരത്തിലുണ്ട്, ധനപ്രബലനം, ഋണപ്രബലനം, പോസിറ്റീവും നെഗറ്റീവും. പോസിറ്റീവിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഒരു കുട്ടി പഠിക്കുന്ന സമയത്ത്, പരീക്ഷ നന്നായിട്ട് പാസ്സാവുന്ന സമയത്ത് രക്ഷിതാവ് മൊബൈൽ ഫോൺ നൽകി ആ കുട്ടിയെ പ്രചോദിപ്പിക്കുന്നു മുകളിലെ ക്ലാസ്സുകളിൽ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി. ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്മെന്റ് ആണ്. എന്നാൽ നെഗറ്റീവ്, ആ കുട്ടി പഠനത്തിൽ പിന്നോക്കം പോകുന്ന അല്ലെങ്കിൽ ഹോംവർക്ക് ഒന്നും ചെയ്യാതെ മൊബൈൽ ഫോണിൽ ഗെയിമും മറ്റു സോഷ്യൽ മീഡിയയും നോക്കുന്ന സമയത്ത് രക്ഷിതാവ് താൽക്കാലിക സമയത്തേക്ക്, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് താൽക്കാലിക സമയത്തേക്ക് ആ മൊബൈൽ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കുന്നു. ഹോംവർക്ക് ചെയ്തതിന് ശേഷം മൊബൈൽ ഫോൺ തിരികെ നൽകുന്നു. ഇത് ഋണപ്രബലനത്തിന്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിന് ഉദാഹരണമാണ്. പിടിച്ചു വെക്കുന്നു പക്ഷെ കൊടുക്കുന്നു, അതുകൊണ്ട് അത് റീഇൻഫോഴ്സ്മെന്റ് ആണ്. അതൊരു പണിഷ്മെന്റ് ആയിട്ടല്ല കൊടുക്കുന്നത്, താൽക്കാലിക സമയത്തേക്ക് വാങ്ങി വെക്കുന്നു. അങ്ങനെയെങ്കിൽ അത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിന് ഉദാഹരണമാണ്. ഈ രണ്ട് കാര്യത്തിൽ കൂടിയാണ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റിൽ കൂടെയും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിൽ കൂടെയും, അതായത് ധനപ്രബലനത്തിൽ കൂടിയും ഋണപ്രബലനത്തിൽ കൂടിയും മാത്രമേ ഒരു വ്യക്തിയുടെ ലേണിങ്ങിനെ നമുക്ക് ത്വരിതപ്പെടുത്താൻ സാധിക്കൂ എന്ന് പറയുന്ന തിയറിയാണ് പ്രവർത്തനാനുബന്ധ സിദ്ധാന്തം. ഇതിന്റെ മറ്റൊരു പാർട്ടാണ് ശിക്ഷ, പണിഷ്മെന്റ്. പണിഷ്മെന്റിൽ കൂടി ഒരിക്കലും ലേണിങ്ങിനെ നമുക്ക് ത്വരിതപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നാണ് സ്കിന്നർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് അല്ല. എങ്കിലും ശിക്ഷ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പ്രവൃത്തി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമുക്ക് ശിക്ഷ എന്ന് പറയാൻ സാധിക്കുക. അതും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവായിട്ടുള്ള ശിക്ഷയ്ക്ക് ഒരു ഉദാഹരണം, നിങ്ങൾ ഒരു കുട്ടി പഠിക്കാത്ത സമയത്ത് കുട്ടിക്ക് ഇമ്പോസിഷൻ കൊടുക്കുന്നു, ആവർത്തിച്ച് എഴുതാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു. ഇത് പോസിറ്റീവായിട്ടുള്ള ശിക്ഷയ്ക്ക് ഉദാഹരണമാണ്. ഒരു കുട്ടിയുടെ ബാഡായിട്ടുള്ള ബിഹേവിയറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ് ശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പോസിഷൻ കൊടുക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ശിക്ഷയാണ്. ഈ നെഗറ്റീവായിട്ടുള്ള ശിക്ഷ, ആ കുട്ടിയെ അടിക്കുന്നു, നെഗറ്റീവായിട്ടുള്ള ശിക്ഷയാണ്. അതുപോലെ നേരത്തെ ഒരു കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുത്തു എന്ന് പറഞ്ഞു, താൽക്കാലിക സമയത്തേക്ക് അത് വാങ്ങി വെച്ച് വീണ്ടും തിരികെ കൊടുക്കുന്നു, അത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. പക്ഷെ പൂർണ്ണമായിട്ടും ആ കുട്ടി പഠിക്കുന്നില്ല, പൂർണ്ണമായിട്ടും ആ മൊബൈൽ ഫോൺ ആ കുട്ടിയിൽ നിന്ന് വാങ്ങി വെക്കുന്നു എങ്കിൽ അത് നെഗറ്റീവ് പണിഷ്മെന്റ് ആണ്, നെഗറ്റീവ് ശിക്ഷയാണ്. അപ്പൊ നെഗറ്റീവ് ശിക്ഷയും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും തമ്മിൽ എന്താണ് മാറ്റം? നെഗറ്റീവ് ശിക്ഷയും നെഗറ്റീവ് പ്രബലനവും തമ്മിൽ എന്താണ് മാറ്റം? അതായത് താൽക്കാലിക സമയത്തേക്ക് വാങ്ങി വെച്ചിട്ട് തിരികെ കൊടുക്കുന്നതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. എന്നാൽ പൂർണ്ണമായും ആ കുട്ടിയിൽ നിന്ന് വാങ്ങി വെക്കുന്നതാണ് നെഗറ്റീവ് പണിഷ്മെന്റ്. ഇതാണ് അവിടെ ആ എക്സാമ്പിളിലുള്ള മാറ്റം. ഓക്കെ, അപ്പോൾ സ്കിന്നർ പറയുന്നത് ശിക്ഷ എന്നതുകൊണ്ട് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് ലേണിങ്ങിനെ ത്വരിതപ്പെടുത്തുന്നില്ല എന്നാണ് സ്കിന്നർ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അതുപോലെ ശിക്ഷ കൊണ്ടുണ്ടാവുന്നത് വളരെ ശത്രുതയും ഉത്കണ്ഠയും ഇത്തരത്തിലുള്ള വൈകാരിക ചിന്തകളാണ് കുട്ടിയിൽ ഉണ്ടാകുന്നത് എന്നാണ് സ്കിന്നർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റും നെഗറ്റീവായിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റുമാണ് കുട്ടികളിൽ നൽകേണ്ടത്.
എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രവർത്തനാനുബന്ധ സിദ്ധാന്തത്തിന് ആധാരമാക്കി രൂപീകൃതമായിട്ടുള്ള ഒരു പഠന രീതിയാണ് ക്രമീകൃത പഠനം എന്ന് പറയുന്നത്. ക്രമീകൃത പഠനം. ഓക്കെ, ഇനി പറയാനുള്ളത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ UP അസിസ്റ്റന്റ് 2016 പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അതുപോലെ ഇവിടെ ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം 2016 UP അസിസ്റ്റന്റ് ചോദിച്ച ഒരു ചോദ്യമാണ്. ഒരു ചോദകത്തിന്റെ സാന്നിധ്യം പ്രതികരണത്തിന്റെ ആവൃത്തി കൂട്ടുന്നുവെങ്കിൽ അത് എന്തിനു ഉദാഹരണമാണ്? ധനപ്രബലനം, ശിക്ഷയാണ്, ഋണപ്രബലനം, ഇതൊന്നുമല്ല. ഒരു ചോദകത്തിന്റെ സാന്നിധ്യം പ്രതികരണത്തിന്റെ ആവൃത്തി കൂട്ടുന്നുവെങ്കിൽ, ആവൃത്തി കൂട്ടാൻ ഇത്ര തവണയോ കൂട്ടി വരിക, എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ത്വര വരിക എന്ന് പറഞ്ഞാൽ അത് ധനപ്രബലനത്തിന് ഉദാഹരണമാണ്. പോസിറ്റീവായിട്ട് റീൻഫോഴ്സ് വരുമ്പോഴാണ് വീണ്ടും ചെയ്യാനുള്ള ഒരു മനസ്സന്നിധി നമുക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ധനപ്രബലനത്തിന്റെ ഉദാഹരണമാണ്. ഇങ്ങനെയുള്ള 2 ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പഠനം നടത്തിയിരിക്കുന്നത് ഒരു എലിയിലാണ്. സ്കിന്നർ ബോക്സ് എന്നാണ് ഈ ഒരു ബോക്സിനെ നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, ഒരു വിശക്കുന്ന എലിയെ പെട്ടിയിലാക്കിയിട്ട് പെട്ടിക്കുള്ളിലെ ലിവറിൽ അമർത്തിയാൽ അല്പം ആഹാരം ലഭിക്കുന്ന രൂപത്തിലുള്ള ഒരു ബോക്സ്. ഓക്കെ, അപ്പോൾ ക്രമേണ ഈ ആഹാരം എന്ന് പറയുന്നത് സ്കിന്നറുടെ പരീക്ഷണത്തിലെ റീഇൻഫോഴ്സ്മെന്റ് ആണ്, പ്രബലനമാണ്. ഓക്കെ, അപ്പോൾ ആ പ്രബലനം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു എലി ആ ഒരു പ്രവൃത്തി പഠിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ പരീക്ഷണം നടത്തിയിട്ടുള്ളത്. ആ പരീക്ഷണത്തിന്റെ കണ്ടെത്തലുകളെ കുറിച്ചാണ് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് സ്കിന്നറുടെ തിയറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. മാക്സിമം എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാൻ ശ്രമിക്കുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.